ഹായ് ഗായ്സ്, ഇന്ന് ഗാർലിക് ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്ത് 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ ഞാനതൊരു വലിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചോപ്ഡ് ഗാർലിക്, 2 ടീസ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 കപ്പ് മൈദ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എത്ര നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ബ്രെഡ്. അതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പകുതിയിൽ കൂടുതൽ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ടക്ക് ചെയ്ത് ബാക്കിയുള്ള ഓയിലും കൂടെ ഇതിന് പുറമേക്കൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ടൊരു ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ, 1 ടേബിൾ സ്പൂൺ ചോപ്ഡ് ഗാർലിക്, കുറച്ച് മല്ലിയില ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ ഡോ നല്ല ഡബിൾ സൈസ് ആയിട്ടുണ്ടാവും. ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ കുഴച്ചെടുക്കണം. കുറച്ച് മൈദയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഒരു ബേക്കിംഗ് ട്രേയിൽ അല്പം ബട്ടർ പുരട്ടിയിട്ട് ഈ മാവ് അതിലേക്ക് വെച്ച് ഒന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇത് കൈകൊണ്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടർ മിക്സ് അതിലേക്ക് പുരട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രേറ്റഡ് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ പകുതി ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് സവാളയും ടൊമാറ്റോ എല്ലാം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൽ മീറ്റോ പനീർ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ സ്റ്റഫ് ചെയ്യാവുന്നതാണ്. കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, ഡ്രൈഡ് ഹെർബ്സ് ഇതെല്ലാം ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിലും ഇതുപോലെ തന്നെ ബട്ടർ മിക്സും ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഡ്രൈഡ് ഹെർബ്സ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നീളത്തിൽ. ഇനി 10 മിനിറ്റ്സ് പ്രീ ഹീറ്റഡ് ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളുടെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗാർലിക് ബ്രെഡ് നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.